PSC വിഷയത്തിൽ തന്നെ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, റാങ്ക് ഹോൾഡേഴ്സിന് ജോലി കൊടുക്കുന്നില്ല. ഒന്ന്, രണ്ട്, പിണറായി ഭരണകാലത്ത് ക്ഷമിക്കണം, ഇടതു സംഘടനാ നേതാവിന് ജോലി കൊടുക്കാൻ വേണ്ടി മാർക്ക് ചോദ്യപേപ്പർ വെട്ടിമാറ്റുക, അങ്ങനെ വലിയ അന്തസ്സുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തത്. ഇപ്പോൾ പറയുന്നു ഞങ്ങൾ അന്വേഷണവുമായി സഹകരിക്കും. അങ്ങനെ സഹകരിച്ചേ പറ്റൂ. എല്ലാ ഉടായിപ്പും കാണിച്ചു വെച്ചിട്ട് ഞങ്ങൾ രഹസ്യാത്മകതയായതുകൊണ്ട് സഹകരിക്കില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അതല്ലല്ലോ നമ്മുടെ നാട്ടിലെ നിയമം. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് ജ്യോതിഷ്? കൃഷ്ണരാജ്, രാഖി, ഇതിപ്പോൾ നിവൃത്തികേട് കൊണ്ടാണ് PSCക്ക് ഒരു മാർഗവും മറ്റു മാർഗങ്ങളില്ലാത്ത വന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യമൊക്കെ തങ്ങൾ ഇതുമായിട്ട് സഹകരിക്കില്ല, ക്രൈംബ്രാഞ്ചിന് വേണ്ട രേഖകൾ കൈമാറില്ല എന്നുള്ള നിലപാടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒടുവിൽ എന്ത് രേഖകൾ കൈമാറാനും തയ്യാറാണ്. ഈ പരീക്ഷയുടെയായി ബന്ധപ്പെട്ട് നോക്കിയവരുടെയും അതുപോലെ തന്നെ സൂക്ഷ്മ പരിശോധന നടത്തിയവരുടെ എല്ലാം അഡ്രസ്സും ഫോൺ നമ്പരും മറ്റ് വിവരങ്ങളെല്ലാം നൽകാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഓൺലൈനായിട്ടാണ് ഈ പരീക്ഷ നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാരാണ് ഈ ഓൺലൈനിൽ ഇത്തരത്തെ സോഫ്റ്റ്വെയറിൽ വേണ്ട ക്രമക്കേടുകൾ നടത്തിയത്, നിർദ്ദേശങ്ങൾ മാറ്റം വരുത്തിയത് എന്നുള്ളതെല്ലാം ഈ പരിശോധനയിലൂടെ വ്യക്തമാകുമെന്നാണ് അറിയുന്നത്. മാത്രമല്ല, ഈ CPM നേതാവിന് ഈ റാങ്ക് ലിസ്റ്റ് 1ാം റാങ്ക് നൽകാൻ വേണ്ടിയുള്ള ഒരു ഗൂഢമായ നീക്കമായിരുന്നു നടത്തിയിരുന്നത്. കാരണം 10 ചോദ്യങ്ങൾ ഈ CPM നേതാവ് ആയ 1ാം റാങ്ക് നിലവിലെ 1ാം റാങ്കുകാരൻ എഴുതിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ആണ് ആ 10 ചോദ്യങ്ങൾ ഇവർ നോക്കാതിരുന്നത്, അല്ലെ മൂല്യനിർണ്ണയം നടത്താതിരുന്നത്. അതുകൊണ്ട് ഈ ഏതാണ്ട് 58 മാർക്കാണ് ആ ചോദ്യങ്ങളിലൂടെ ഈ നഷ്ടപ്പെട്ടിരിക്കുന്നത്, ഈ ഉത്തരം എഴുതിയ മറ്റുള്ളവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. യഥാവിധി ആ ചോദ്യങ്ങൾ നോക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ നിലവിലെ 1ാം റാങ്കുകാരൻ ഈ ലിസ്റ്റിൽ പോലും ഉൾപ്പെടില്ലായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ വ്യക്തിയെ 1ാം റാങ്കിൽ എത്തിക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ്. അതിൽ PSC ചെയർമാനും ഉൾപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം. കാരണം PSC ചെയർമാനാണ് ഈ അഭിമുഖത്തിൻ്റെ ഭാഗമായിട്ട് ഈ ബോർഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ 1ാം റാങ്ക് ഈ ബോർഡിൻ്റെ അഭിമുഖത്തിൽ തന്നെ നല്ല ഉയർന്ന മാർക്കാണ് നൽകിയിരിക്കുന്നത്. അതിൽ അതിൻ്റെ ഭാഗമായിട്ടാണ്, ഈ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് 1ാം റാങ്കുകാരനായ CPM നേതാവിന് ഈ ലിസ്റ്റിൽ നിയമനം നൽകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഹാർഡ് ഡിസ്ക്, സോഫ്റ്റ്വെയർ കാര്യങ്ങൾ മുതലായ കാര്യങ്ങൾ വിശദമായി പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഒരുങ്ങുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള രേഖകളും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ആരൊക്കെയാണ് പരിശോധന നടത്തിയത് എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല, ഇപ്പോൾ അഡീഷണൽ PSCയുടെ പരീക്ഷാ വിഭാഗത്തിൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിട്ടുള്ള സനലും അതുപോലെ തന്നെ ഹരികുമാർ തുടങ്ങിയവർക്കെതിരെയാണ് ഇപ്പോൾ പരിശോധന ശക്തമാക്കുന്നത്. ഇവരാണ് ഇതിൻ്റെ പ്രധാന കണ്ണികൾ എന്നാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ വിലയിരുത്തൽ. അതുമായി ബന്ധപ്പെട്ട് ഇവർക്ക് ഇതിലുള്ള പങ്ക് എന്താണ്, വിശദമായി വേറെ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ, എന്തൊക്കെ സാങ്കേതിക വിദ്യകളാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് PSC പരസ്യമായ ഒരു നിലപാടെടുക്കുമ്പോൾ സഹകരിക്കാതെ തരമില്ല എന്നുള്ളത് കൂടി ചേർത്ത് പറയണം. അതെ, ഗതികെട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ സഹകരിച്ചോളാമേ എന്നതാണ് ശരിയായ ടോൺ.